എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചെമ്മീൻ അച്ചാറാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 3 കിലോ ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. എന്നിട്ട് നല്ലപോലെ അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തതാണ്. എന്നിട്ട് അതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ എടുക്കുമ്പോൾ നല്ലപോലെ ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുളകൊക്കെ പുരട്ടി വയ്ക്കുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേനും അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോ അരമണിക്കൂറോ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. ഇപ്പോൾ ഏത് ഓയിലാണെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിലാണ് നല്ലത് എപ്പോഴും. എണ്ണയാകുമ്പോൾ അതും പറ്റില്ല ചിലവർക്ക്. പിന്നെ കോക്കനട്ട് ഓയിലാണെങ്കിൽ തണുത്ത് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് അച്ചാറിട്ടെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസമല്ല കേട്ടോ. ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വെളിച്ചെണ്ണയിൽ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ആയിരിക്കും എപ്പോഴും ഇഷ്ടം. പിന്നെ ഇത് കുറേ കാലം ഇരിക്കുന്നത് കൊണ്ടൊക്കെ ഞാൻ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യുന്നത്, കൊടുത്തു വിടാനുള്ളത് കൊണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഓയിൽ ഏത് ചേർക്കണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നല്ല പോലെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ ചെമ്മീൻ വറുത്ത് കോരിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചെമ്മീനും ഞാൻ വറുത്ത് ഇതുപോലെ കോരി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ചട്ടി തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഒരു 5-6 എടുത്ത് വട്ടത്തിലരിഞ്ഞതാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ പീസ് ഇഞ്ചിയും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മെരിഞ്ഞ് വരണം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട, ഒരു മീഡിയം സൈസ് അതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടൈപ്പായിട്ടാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ തീയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ കരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി അതുകൊണ്ട് ചേർത്തെടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അതൊരു 1.5 കപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. പുളി കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടാകും. കാരണം നമ്മൾ ചെമ്മീനിൽ ഫ്രൈ ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തെങ്കിലും കുറച്ചും കൂടി അച്ചാറാകുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായപ്പൊടി 1 ടീസ്പൂൺ അതോട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരിക്കും തോറും ഒന്ന് വറ്റിയൊക്കെ വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മതി. ഞാൻ തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് ഒരു ഗ്ലാസ് ബോട്ടിലേക്കോ ഭരണിയിലോ എങ്ങനെയാണെങ്കിലും മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഇരിക്കും തോറും നമ്മൾ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ അച്ചാർ ഇവിടെ സെറ്റാണ്. അപ്പോൾ നല്ല ഒരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.